നമസ്കാരം. അമിത്ഷായുടെ അംബേദ്കർ പരാമർശത്തിൽ വലിയ പ്രതിഷേധമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യം ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ രാജ്ഭവന് മുന്നിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഇതിനെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, രാജ്യത്തെമ്പാടും അലയടിച്ചുയരുന്ന ഒരു പ്രതിഷേധത്തിൻ്റെ പ്രതീകമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് കേരള രാജ്ഭവന് മുന്നിൽ ഇത്തരത്തിലുള്ളൊരു മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ആ ഭരണഘടനയുടെ ശില്പിയെ തന്നെ ഡോക്ടർ അംബേദ്കർ എന്ന പേര് പോലും പറയുന്നതിനെതിരായി നിലപാട് സ്വീകരിച്ച രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം ഉയരുന്നത്. രാജ്യത്തെ ദളിത് പിന്നോക്ക ജനവിഭാഗങ്ങളുടെ വിമോചനത്തിൻ്റെ ഏറ്റവും കാതലായ താക്കോലാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടനാ ശില്പിയെ തന്നെ അവഹേളിച്ചതിലൂടെ രാജ്യത്തെ ഭരണഘടനയെ അവഹേളിക്കുകയും പിന്നോക്ക ദളിത് ജനവിഭാഗങ്ങളെ അവഹേളിക്കാനുമാണ് കേന്ദ്ര ഭരണത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന BJP തയ്യാറായിരിക്കുന്നത് നമുക്ക് കാണാതെ പോയിക്കൂടാ. മാത്രവുമല്ല, ഈ അധിക്ഷേപം തുടരുന്നതിനിടെ ആ അധിക്ഷേപത്തിനെതിരായി പ്രതികരിച്ചതിൻ്റെ പേരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധിക്കെതിരെ കള്ളക്കേസെടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കേസെടുത്ത് ജയിലിലടയ്ക്കേണ്ടത് അമിത്ഷായെയാണ്. അംബേദ്കറെ, ഡോക്ടർ BR അംബേദ്കറെ അധിക്ഷേപിക്കുകയും അദ്ദേഹത്തെ അഭിമാനിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ കേസെടുക്കുന്നതെങ്കിൽ ആ കേസെടുക്കേണ്ടത് അമിത്ഷായ്ക്കെതിരാണ്. അതിനു പകരം ആ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി രാഹുൽ ഗാന്ധി തന്നെ ആക്രമിച്ചു എന്ന് MP-മാർ പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ നിമിഷം വരെ പാർലമെന്റിലെ CCTV ഫുട്ടേജ് പുറത്തുവിടാൻ എന്തുകൊണ്ട് ഭരണകൂടം തയ്യാറാകുന്നില്ല? അങ്ങനെ ഇല്ലാത്ത ഒരു കെട്ടുകഥ ചമച്ചുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, രാഹുൽ ഗാന്ധിയെ ഒരു കേസിൽ കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് രാജ്യത്തുള്ള ജനങ്ങളുടെ ഇടയിലുള്ള ജനസ്വാധീനം അത് ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരുപാട് കള്ളക്കഥകൾ കേസിൻ്റെ രൂപത്തിലെല്ലാം അവർ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതൊന്നും വിലപ്പോവുകയില്ല. ഇതിന് നീർക്കുമിളയുടെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, എന്തുകൊണ്ടാണ് ഇന്നലെ ഉണ്ടായ സംഭവം, എന്തുകൊണ്ടാണ് ആ CCTV ഫുട്ടേജ് പുറത്തുവിടാത്തത്? നാട്ടിലെ പെട്ടിക്കടകളിൽ പോലും CCTV ഫുട്ടേജ് ഒരു നിമിഷം കൊണ്ട് നമുക്ക് കിട്ടുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു അക്രമം, ആ അക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? അപ്പോൾ മൂടി വെച്ചുകൊണ്ട്, എല്ലാം പുകമറ സൃഷ്ടിച്ചുകൊണ്ട്
ആ പുകമറയ്ക്കുള്ളിൽ രാഹുൽ ഗാന്ധിയെ നിർത്തി അദ്ദേഹത്തിനെതിരായി കേസെടുത്ത് അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ആർക്കെതിരായിട്ടാണ് നിങ്ങൾ ഈ കേസെടുക്കുന്നത്? രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണോ? രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കാത്ത ഏതെങ്കിലും BJP സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തുണ്ടോ? ഏതെങ്കിലും? എന്നിട്ട് ഒരു ഇഞ്ച് പിന്നോട്ട് പോയിട്ടുണ്ടോ രാഹുൽ ഗാന്ധി? എവിടെ നിന്നെങ്കിലും? നിങ്ങൾ എത്രമാത്രം കേസെടുത്തു? BJP ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ കേസല്ലേ? ആ കേസെടുത്തതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളിൽ നിന്ന് എവിടെയെങ്കിലും പിന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ഓരോ കേസെടുക്കുമ്പോഴും വർദ്ധിച്ച വീര്യത്തോടുകൂടി RSSനും BJPക്കുമെതിരായി പടയൊരുക്കത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി എന്നത് നിങ്ങൾ മറന്നു പോകരുത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കേസെടുത്ത് രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെ ദുർബലപ്പെടുത്താം എന്ന് കരുതുന്നവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഈ രാജ്യത്തെ ജനകോടികളുടെ ആരാധ്യനായ നേതാവായിട്ടുള്ള ഡോക്ടർ BR അംബേദ്കറെ അപമാനിച്ച അതിനെ ഒരു കുറ്റപ്പെടുത്താൻ പോലും, അമിത്ഷായെ ഒന്ന് കുറ്റപ്പെടുത്താൻ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്ന് മാത്രമല്ല, അംബേദ്കറെ അധിക്ഷേപിച്ച അമിത്ഷായെ ന്യായീകരിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നതിലൂടെ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് അമിത്ഷാ ഈ ഒരു നിലപാട് സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും.